വിഡിക്കെതിരെ പാളയത്തിൽ പട, കേരളം കെ.സി. ഭരിക്കുമോ? നാൽപ്പത് രാപ്പകലുകൾ പിന്നിട്ട വി.ഡി. സതീശന്റെ അധികാര കപ്പൽ അദാനിയുടെ തുറമുഖത്തേക്ക് നീങ്ങുകയാണെന്ന ആക്ഷേപമുയർത്തുന്ന പ്രതിപക്ഷത്തിനൊപ്പം ഒളിയമ്പുകളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡിലെ ശ്രദ്ധേയനായ കെ.സി. വേണുഗോപാലും സതീശൻ മന്ത്രിസഭയിലെ കെ.സി. പക്ഷ മന്ത്രിമാരും കൈകോർക്കുന്നതായി സൂചന. 102 സീറ്റിന്റെ മഹാഭൂരിപക്ഷവുമായി അധികാരത്തിലെത്തിയെങ്കിലും മുഖ്യമന്ത്രി പദവിക്കായി വി.ഡിയും കെ.സിയും ആർ.സിയും തമ്മിൽ നടന്ന പിടിവലികൾ തുടക്കത്തിൽ തന്നെ യു.ഡി.എഫിന്റെ പ്രതിച്ഛായ തകർത്തിരുന്നു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നതിന് മാസങ്ങൾക്ക് മുമ്പേ രമേശ് ചെന്നിത്തലയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച ഹൈക്കമാൻഡ് കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള മുന്നൊരുക്കങ്ങൾ മുന്നോട്ടു പോകാൻ രമേശിന് നിർദ്ദേശം നൽകിയിരുന്നു. രമേശ് മുഖ്യമന്ത്രിയാകട്ടെ എന്ന നിലപാടായിരുന്നു സോണിയാഗാന്ധിയുടേതെന്നും പിന്നാമ്പുറ വാർത്തകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട വി.ഡി. സതീശന്റെ നീക്കങ്ങൾ അതീവ രഹസ്യമായിരുന്നു. ഇതൊന്നും തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം രമേശ് ചെന്നിത്തലയ്ക്കും ഉണ്ടായില്ല. തന്നോട് പോലും ആലോചിക്കാതെ രമേശിനെ മുഖ്യമന്ത്രിയാക്കാൻ സോണിയാഗാന്ധി എടുത്ത തീരുമാനത്തിൽ അസംതൃപ്തനായ കെ.സി. വേണുഗോപാൽ ഹൈക്കമാൻഡിനേക്കാൾ ഒരു മുഴമല്ല 10 മുഴം മുമ്പേ തന്റെ തന്ത്രവടി എറിയുകയും ചെയ്തു. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്കും മുകളിൽ തന്റെ സ്വാധീന വലയെറിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ട ചുമതല ഹൈക്കമാൻഡിൽ നിന്നും സ്വന്തമാക്കിയ കെ.സി. വേണുഗോപാൽ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാക്കിയപ്പോൾ തനിക്ക് വേണ്ടി കൈവെക്കുമെന്ന് ഉറപ്പുള്ളവരെ മാത്രം തെരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. സതീശനൊപ്പം അടിയുറച്ചു നിന്ന എംപിമാരായ ഷാഫിയെയും വി.കെ. ശ്രീകണ്ഠനെയും മാത്രമല്ല പി.സി. വിഷ്ണുനാഥിനെയും എം ലിജുവിനെയും തന്റെ വിശ്വസ്തനായ മാത്യു കുഴൽനാടനെയും എ.പി. അനിൽകുമാറിനെയും അബിൻ വർക്കിയെയും ഒ.ജെ. ജനീഷിനെയും കെ.പി.സി.സി. അധ്യക്ഷനായ സണ്ണി ജോസഫിനെയും ഒപ്പം കൂട്ടി നടത്തിയ ബാംബു ഓപ്പറേഷൻ വിജയം കണ്ടെങ്കിലും കെ.സിയുടെ മുഖ്യമന്ത്രിയാവാനുള്ള മോഹം മാത്രം പൂവണിഞ്ഞില്ല. കൂടുതൽ എം.എൽ.എമാർ തന്റെ ഒപ്പം നിന്നാൽ ഭൂരിപക്ഷ പിന്തുണ ചൂണ്ടിക്കാട്ടി അധികാരത്തിലെത്താമെന്ന കെ.സിയുടെ മോഹക്കോട്ടകൾ തന്ത്രശാലിയായ വി.ഡി. സതീശൻ ജനത്തെ തെരുവിലിറക്കി നടത്തിയ കമ്പക്കെട്ടിൽ തകരുകയും ചെയ്തു. മുഖ്യമന്ത്രിയാവുക എന്ന ഒരേ ഒരു ലക്ഷ്യവുമായി കഴിഞ്ഞ 10 കൊല്ലവും പണിയെടുത്ത സതീശന്റെ ചാണക്യതന്ത്രം രാഷ്ട്രീയ കളരിയിൽ പരിചയസമ്പന്നനായ രമേശ് ചെന്നിത്തലയ്ക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. താൻ എം.പിയും മന്ത്രിയുമൊക്കെയായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന കാലത്ത് തേവര കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുന്നത് രമേശിന് താങ്ങാൻ കഴിയുന്നതിലും കനത്ത പ്രഹരമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞില്ലെങ്കിൽ മന്ത്രിസഭയിലേക്കും ഇല്ലെന്ന നിലപാടെടുത്ത രമേശ് ഹൈക്കമാൻഡിന്റെ സ്നേഹപൂർവ്വമുള്ള സമ്മർദ്ദപ്രകാരം സർക്കാരിന്റെ ഭാഗമാവുകയായിരുന്നു. ആഭ്യന്തര വിജിലൻസ് വകുപ്പും തന്റെ ഒപ്പം എക്കാലത്തും നിലയുറപ്പിച്ചിട്ടുള്ള ആലുവ എം.എൽ.എ. അൻവർ സാദത്തിന് മന്ത്രിസഭയിൽ ഒരു വകുപ്പും ആവശ്യപ്പെട്ടെങ്കിലും മന്ത്രിയാവാൻ അൻവറിന് നറുക്കു വീണില്ല. അതേസമയം മുഖ്യമന്ത്രി കസേര കിട്ടിയാൽ ജയസാധ്യതയുള്ള ഏതെങ്കിലും ഒരു യു.ഡി.എഫ് മണ്ഡലത്തിൽ നിന്നും 6 മാസത്തിനുള്ളിൽ വിജയിച്ചാൽ മതിയെന്നുള്ള കെ.സിയുടെ നിലപാട് മുൻകൂട്ടി അറിഞ്ഞ വി.ഡി. സതീശന്റെ PR വർക്ക് ടീം കേരളത്തിന്റെ മുക്കിലും മൂലയിലും ആളുകളെ ഇറക്കി മുഖ്യമന്ത്രിയായി സതീശൻ മാത്രം മതിയെന്ന മുദ്രാവാക്യം വിളിപ്പിച്ച് സോണിയ കുടുംബത്തെയും ദേശീയ നേതൃത്വത്തെയും ഞെട്ടിച്ചു. മുസ്ലിം ലീഗിന് പുതിയൊരു വകുപ്പ് കൂടി വാഗ്ദാനം ചെയ്ത് ഒപ്പം നിർത്തിയതോടെ ലീഗും വി.ഡി. പക്ഷത്ത് ഉറച്ചു നിന്നു. സതീശനല്ല മുഖ്യമന്ത്രിയെങ്കിൽ വയനാട്ടിൽ മത്സരിക്കാൻ പ്രിയങ്ക വരണ്ട എന്ന ബ്രഹ്മാസ്ത്രവും ലീഗും കുഞ്ഞാലിക്കുട്ടിയും ഹൈക്കമാൻഡിനെ ലക്ഷ്യമാക്കി തൊടുത്തുവിടുകയും ചെയ്തു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയ വടശ്ശേരിയിൽ ദാമോദര മേനോൻ സതീശൻ സ്വന്തം പാർട്ടിക്കാരോടോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്യാതെ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയത് ഹൈക്കമാൻഡിനെയും ചൊടിപ്പിക്കുന്നുണ്ട്. നിയമം, പൊതുഭരണം, തുറമുഖം, ധനകാര്യം തുടങ്ങി പൊതുജനസമ്പർക്ക വകുപ്പും തന്റെ പരിധിയിലാക്കി. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യാത്ത അദാനി വിദേശ കമ്പനിക്ക് 13,000 കോടിയുടെ ഓഹരി വിറ്റത് സർക്കാർ അറിഞ്ഞില്ലെന്ന ന്യായം അംഗീകരിക്കാനാവില്ലെന്ന് തുറന്നു പറഞ്ഞ പ്രതിപക്ഷ നേതാവിനൊപ്പം സതീശനെ പറയാതെ പറഞ്ഞ് അധിക്ഷേപിച്ച് ഇപ്പോൾ കെ.സി. വേണുഗോപാലും രംഗത്ത് വന്നിരിക്കുകയാണ്. ബി.ജെ.പി. മുഖ്യമന്ത്രിയാണോ കേരളം ഭരിക്കുന്നതെന്ന കെ.സിയുടെ ചോദ്യശരം സതീശന്റെ നെഞ്ചിനെ ലക്ഷ്യമാക്കിയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും. 40 കൊല്ലം കഴിയാതെ സർക്കാരിന് കാലണ വരുമാനം ലഭിക്കില്ലെന്നിരിക്കെ അദാനി ഓഹരി കൈമാറ്റത്തിലൂടെ 24,000 കോടിയാണ് സമാഹരിക്കുന്നത്. രമേശ് ചെന്നിത്തല തനിക്ക് ലഭിച്ച വകുപ്പുകളിൽ ഇപ്പോൾ സംതൃപ്തനാണ്. മയക്കുമരുന്നിനെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാൻ കേരളം ഒന്നാകെ നെഞ്ചേറ്റി കഴിഞ്ഞു. വിവാദങ്ങൾക്കൊന്നും ഇട നൽകാതെ കിട്ടിയ വകുപ്പ് നന്നായി കൊണ്ടു നടക്കുന്ന രമേശിന് സതീശനോട് എതിർപ്പോ പിണക്കമോ ഇപ്പോൾ ഇല്ല. തന്റെ കൈവെള്ളയിലെത്തിയ മുഖ്യമന്ത്രി പദവി കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ട കെ.സി. വേണുഗോപാൽ സ്ഥാനത്തും അസ്ഥാനത്തും സതീശനെതിരെ വിമർശനത്തിന്റെ ഏറുപടക്കങ്ങൾ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും എതിരാളികളുടെ ഏത് ബ്രഹ്മാസ്ത്രങ്ങളെയും തകർക്കാൻ കഴിയുന്ന ആയുധങ്ങൾ നിറച്ച ആവനാഴിയുമായാണ് സതീശന്റെ നടപ്പെന്നും പറയാതെ വയ്യ. സതീശനെ താഴെയിറക്കി മുഖ്യമന്ത്രിയാവാനുള്ള തന്ത്രങ്ങൾ കെ.സിയും അണികളും ഇനിയും തുടരും. സതീശൻ മന്ത്രിസഭയിൽ കെ.സി. അനുകൂലികളായ മന്ത്രിമാരുടെ എണ്ണം കൂടുതലാണ്. ലീഗിന്റെ ശക്തമായ എതിർപ്പ് മൂലം മന്ത്രിയാകാൻ കഴിയാതെ പോയ മൂവാറ്റുപുഴ എം.എൽ.എ. മാത്യു കുഴൽനാടന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരായ കെ.എ. തുളസി, ഒ.ജെ. ജനീഷ്, എ.പി. അനിൽകുമാർ, സണ്ണി ജോസഫ്, പി.സി. വിഷ്ണുനാഥ്, എം ലിജു, റോജി ജോൺ, ബിന്ദു കൃഷ്ണ തുടങ്ങി 8 പേർ കടുത്ത കെ.സി. പക്ഷക്കാരാണ്. എന്നാൽ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമല്ലാത്ത കെ. മുരളീധരൻ മനസ്സുകൊണ്ട് സതീശനൊപ്പമാണെന്നും പറയാതെ വയ്യ. ഘടകകക്ഷികളിൽ എല്ലാവരും സതീശനെ പിന്തുണയ്ക്കുന്നതാണ് കെ.സി. നേരിടുന്ന പ്രധാന പ്രതിസന്ധി എന്നും പറയാം. അരമന്ത്രിസ്ഥാനം കിട്ടിയ
അനൂപ് ജേക്കബിന് അല്ലറ ചില്ലറ പരിഭവമുണ്ടെങ്കിലും സതീശനോട് അനുകൂല നിലപാട് തന്നെയാണ് അനൂപിന്റേതും. പ്രതിപക്ഷത്തോടൊപ്പം പരോക്ഷമായി നിൽക്കുന്ന കെ.സിയുടെ അധികാര കൊതിക്കപ്പലിന്റെ നങ്കൂരം ഇപ്പോഴും തലസ്ഥാനത്ത് തന്നെയുണ്ട്. പാളയത്തിൽ പടയൊരുക്കി അധികാരത്തിലെത്താനുള്ള പടയൊരുക്കത്തിലാണ് ചാണക്യതന്ത്രത്തിൽ കേമനായ കെ.സിയും കൂട്ടരുമെന്നും പറയാതെ വയ്യ. A to Z ന്യൂസ് മലയാളം 24.